ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഈ ഹസ്ബൻഡും വൈഫും മരിച്ചു പോയ ആൾക്കാരെക്കുറിച്ചും അതുപോലെ എന്താ പറയുക ഡിവോഴ്സായ ആൾക്കാരെക്കുറിച്ചും പിന്നെ ഈ ഹസ്ബൻഡും വൈഫും അതിനൊക്കെ പരസ്പരം ഇട്ടേച്ച് പോകുന്ന ആൾക്കാരെക്കുറിച്ചുമാണ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. ഞാൻ ഫസ്റ്റ് ഹസ്ബൻഡ് മരിച്ച ആൾക്കാരെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ വൈഫ് മരിച്ചു പോയ ആൾക്കാരെക്കുറിച്ച്. ഇപ്പോൾ ആണായാലും പെണ്ണായാലും ഞാൻ പറയാം, നമ്മുടെ പാർട്ട്ണർ മരിച്ചു പോയാൽ എത്രയും പെട്ടെന്ന്, ഇല്ലെങ്കിൽ ചിലവർക്കൊരു 1 ഇയർ കൊടുക്കുക, അല്ലെങ്കിൽ 2 ഇയർ എടുക്കാം, പക്ഷേ നീണ്ടു പോകരുത്, കാലങ്ങളോളം നീണ്ടു പോകരുത്. എത്രയും പെട്ടെന്ന് അവരൊരു പാർട്ട്ണറെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. ചില ആൾക്കാരുണ്ട്, മക്കളെ വിചാരിച്ച് അവരത് വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും. വേണ്ടാന്ന് വെച്ച് നിന്ന് കഴിഞ്ഞാൽ അവർ ആ ചെറുപ്പ സമയത്ത് അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ അവർ മനസ്സിലാക്കത്തില്ല. ഒരു 40 കഴിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്ക് അവർക്കതിൻ്റെ ടെൻഷൻ വന്നു തുടക്കും. അത് വേറൊന്നും കൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് പല മെൻ്റൽ പ്രഷറും വരും ലൈഫിൽ. മക്കളെ കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ബന്ധുക്കളെ കൊണ്ടായിരിക്കാം, പല രീതിയിൽ വരുമ്പോൾ അവർക്കൊരു സമാധാനം ഇല്ലാതാകുമ്പോൾ നമ്മൾ പല പ്രശ്നങ്ങൾ ചെന്ന് പെടുമ്പോഴാണ് നമുക്കൊരു സപ്പോർട്ട് വേണം നമ്മൾ ആലോചിക്കുന്നത്. ആ സമയത്ത് നമ്മൾ സ്നേഹത്തോടെ ഒരു വിളി, ഇല്ലെങ്കിൽ നമുക്ക് സ്നേഹത്തോടെ ചെന്നിരുന്നാൽ നമുക്കൊരു തലോടൽ, ഇല്ലെങ്കിൽ ഒന്ന് നമ്മുടെ ആ തോളിലും തലവെച്ച് കിടക്കാൻ ഒക്കെ നമുക്കൊരാഗ്രഹം ഉണ്ടാകും. അങ്ങനെ ഒരാളെ നമുക്ക് വേണമെന്ന് തോന്നും. അന്നേരം അങ്ങനെ ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനൊരു സാന്ത്വനം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ കൂടെ ലൈഫ് ലോങ് നമ്മളോട് ഇല്ലെങ്കിൽ ട്രാവൽ ചെയ്യുക, അത് ട്രാവലിംഗ് തന്നെയാണ് ലൈഫിൽ. ആ ഒരു ട്രാവലിന് നമുക്കൊരാൾ കൂടെ ഉള്ളത് നമുക്ക് നല്ലത് തന്നെയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അത് ഏത് ഏജിൽ ഒരു പാർട്ട്ണർ മരിച്ചാലും അവർ വീണ്ടും ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റില്ല, ഉറപ്പായിട്ടും ഞാൻ പറയുകയാണ്. അപ്പോൾ ചോദിക്കും, സൈന്ധവിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ലേ എന്ന്. കാരണം ആ ഒരു ബുദ്ധി ആ ടൈമിൽ തോന്നിയില്ല എന്ന് തന്നെ പറയണം. പക്ഷേ ഇപ്പോൾ തോന്നിയാലും അത് ഏജായി. അതുകൊണ്ട് ഇനി അങ്ങനൊരു മാനസികാവസ്ഥയിൽ ഞാൻ ചെന്ന് ചേരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ രണ്ടാമത് ഞാൻ പറയുകയാണ് ഈ ഡിവോഴ്സ് ആവുന്ന ആൾക്കാരെക്കുറിച്ച്. കാരണം ഇവർ പരസ്പരം ചിലപ്പോൾ ഒരുമിച്ച് കല്യാണം കഴിച്ചു, കുറച്ച് കാലം താമസിച്ച് ചിലപ്പോൾ മക്കളുണ്ടായി, അങ്ങനെ ചില ആൾക്കാർ ഡിവോഴ്സിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ എന്തെങ്കിലും ഇവർക്ക് പിടിക്കാതെ വരും. അതുകൊണ്ടായിരിക്കും ഇവർ ആ ഒരു ഡിവോഴ്സിലേക്ക് ചെന്ന് നിൽക്കുന്നത്. ആ ടൈമിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളതും കാണിക്കാനുള്ള എല്ലാം ഇവർ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഷർ താങ്ങി ചിലവർ മൗനമായി നിന്ന് ഡിവോഴ്സ് കൊടുത്തിട്ട് പോകും. ചിലവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോടതിയിൽ ഭയങ്കര അലമ്പുണ്ടാക്കി ഡിവോഴ്സ് മേടിച്ചുകൊണ്ട് പോകും. പക്ഷെ ഞാൻ പറയാം, ആ സമയത്ത് നിങ്ങൾ ജീവിച്ച നല്ല നല്ല മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ കാണും. അതൊന്നും അവരെ പരസ്പരം ഓർക്കാറേ ഇല്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും, പറയാൻ കൊള്ളാത്തതും കേൾക്കാൻ കൊള്ളാത്തതും ഹസ്ബൻഡ് വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ആണും പെണ്ണും പറയും കേട്ടാ, അവരങ്ങനെ അങ്ങ് പോകും. അത് ഡിവോഴ്സിൽ അവരും ചിലവർ കല്യാണം കഴിക്കാൻ നിൽക്കും. അവരും അതിന് റീസൺ അവർ വിചാരിക്കും ഓപ്പോസിറ്റ് നിന്ന പാർട്ട്ണർ അത്രയും ടോക്സിക് ആയതുകൊണ്ടായിരിക്കും ഇവർ പിന്നെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്. അങ്ങനെയല്ല, ലോകത്തെ എല്ലാ മനുഷ്യരും അതുപോലെയല്ല, നല്ല മനുഷ്യരെയും കിട്ടും. അത് നമ്മളത് അവരെ ചൂസ് ചെയ്യുന്നതാണ് നമ്മുടെ തെറ്റ്. നല്ലവരെ നോക്കി നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോബ്ലം വരത്തില്ല. നല്ലവരെ നോക്കി ചൂസ് ചെയ്യുക. നിങ്ങളും അങ്ങനൊരു ലൈഫിലേക്ക് ചെന്ന് പെടുക. കാരണം നമ്മൾ ആർക്കും മക്കൾക്ക് വേണ്ടി ജീവിതം അങ്ങനെ വെച്ച് മുന്നോട്ട് പോകരുത്. കാരണം മക്കൾ നമ്മുടെ കൂടെ കാണില്ല. ചില മക്കൾ പറയും അമ്മമാർ കല്യാണം കഴിക്കരുതെന്ന് പറയും, അല്ലെങ്കിൽ അച്ഛൻ കല്യാണം കഴിക്കരുതെന്ന് പറയും. അവർക്കത് പറയുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മളത് തിരുത്തിയിട്ട് അത് നമ്മളൊരു പാർട്ട്ണറെ തിരഞ്ഞെടുത്താൽ അവർക്കും അതൊരു ഉപകാരമാകും ലൈഫിൽ. മനസ്സിലായോ? പിന്നെ എല്ലാവരും ആരെ തിരഞ്ഞെടുത്താലും നമ്മൾ നല്ലവരെ നോക്കി മാത്രം തിരഞ്ഞെടുക്കുക. ടോക്സിക്കായ പീപ്പിളെ ഒന്നും തിരഞ്ഞ് ലൈഫിലേക്ക് കൊണ്ടുവരരുത്. വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കാട്ടി വേറെ പ്രഷർ വേറെ ഇല്ല. അതുകൊണ്ട് അതെല്ലാം കറക്റ്റാക്കി നോക്കിയെടുത്തേ ചെയ്യാവുള്ളൂ. അല്ലാതെ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ പോയിട്ട് അയ്യോ സൈന്ധവി പറഞ്ഞതാണെന്ന് വിചാരിച്ച് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം അങ്ങനെ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് വിചാരിക്കരുത്. കാരണം നമ്മുടെ ലൈഫിൽ നമുക്കത് അവർ സൂട്ടബിളാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ എടുത്ത് ചാടാവുള്ളൂ. എടുത്ത് ചാടിക്കുന്നതിന് കൈകിട്ടും കാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല. ഇപ്പം മറ്റേതിനെക്കാട്ടി തലവേദനയായിരിക്കും വേറൊന്ന്. പിന്നെ ഈ മക്കളെയും ഭാര്യനെയും ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയുടെ പോകുന്ന ആൾക്കാരെക്കുറിച്ച്, അതിനൊക്കെ ഭർത്താവിൻ്റെ മക്കളെ ഉപേക്ഷിച്ച് വേറൊരു ആണുങ്ങളെ തിരക്കി പോകുന്ന സ്ത്രീകളോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളിതിലെന്താ കാര്യമാണ് നേടുന്നത്? ഇപ്പം പെണ്ണുങ്ങളാൽ ചോദിക്കാം, നിങ്ങൾ 10 മാസം ചുമന്ന് പ്രസവിച്ച മക്കളാണ്. അവർക്ക് വേണ്ടി ജീവിക്കണമെന്നല്ല പറയുന്നത്, പക്ഷെ അവർക്ക് ആവശ്യമുള്ള കുറച്ച് സമയങ്ങൾ നമ്മൾ ആവശ്യമുള്ള കുറച്ച് സമയമുണ്ട്. അതിൽ നമ്മൾ അവരൊപ്പം നിന്നേ പറ്റൂ. ആണായാലും പെണ്ണായാലും അവർക്കൊപ്പം നമ്മൾ നിന്നേ പറ്റൂ. ആ ടൈമിൽ അവരെ ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയോ അല്ലെങ്കിൽ വേറൊരു പുരുഷനെ തിരക്കി പോകുന്നത് വെറും ബോറായ പ്രവൃത്തിയാണ്. അത് ചെയ്യാൻ പാടില്ല.
നിങ്ങൾക്കത് പറ്റിയില്ലെങ്കിൽ പരസ്പരം പറഞ്ഞ് ഡിവോഴ്സായി ആ മക്കൾക്കത് ബോധ്യപ്പെടുത്തുക. ആ മക്കളുടെ മനസ്സിൽ വരുന്ന പെയിൻ എന്തായിരിക്കും നിങ്ങൾ അന്നേരം ഊഹിച്ചിട്ടുണ്ടോ? അവർ വളർന്നു വരുന്ന സാഹചര്യം, അവരെ പൊതുസമൂഹം കാണുന്നത്, അതിന് നിൻ്റെ അമ്മ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയല്ലേ, അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ വേറൊരുത്തരുടെ പോയതല്ലേ. ആ മക്കളുടെ മനസ്സിൽ ആ പെയിൻ ഇങ്ങനെ കിടന്ന് അവർ വളരും തോറും ആ വൃണം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അത് ചെയ്യാൻ പാടില്ല. അന്നേരം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക? രണ്ടുപേരും പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി രണ്ടുപേരും മക്കളെ ബോധ്യപ്പെടുത്തി സെപ്പറേറ്റ് ആകുക. അല്ലാതെ അവരുപേക്ഷിച്ച് വേറൊരു പാർട്ട്ണറെ തിരക്കി പോകുമ്പോൾ അവർക്ക് ആ മക്കൾക്കുണ്ടാകുന്ന പെയിന് പിന്നെ ആ നാട്ടുകാരുടെ മുമ്പിലാണ് ആ മക്കളെ ജീവിക്കേണ്ടത്. അതുപോലെ ചില പെൺപിള്ളാരും കല്യാണം കഴിഞ്ഞ ഉടനെ വേറൊരാളെ തിരക്കി പോകുന്നുണ്ട്. കല്യാണം കഴിക്കുന്നതിന് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ വീട്ടുകാരെ നിർബന്ധിച്ച് കല്യാണം കഴിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ വിളിച്ച് ഈ ഒരു 1.5 വർഷം മുമ്പ് കൊല്ലത്തിടുന്ന സംഭവമാണ്. സ്വന്തം കല്യാണ മണ്ഡപത്തിൽ നിന്ന് വേറൊരുത്തൻ്റെ കൂടെ ഒരു പെണ്ണിറങ്ങിപ്പോയത്. ഞാൻ പെൺകുട്ടിയോട് ചോദിക്കുന്ന ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? കാരണം നിങ്ങളിപ്പോൾ വിഷമിപ്പിച്ചത് നിങ്ങളൊരു ഫാമിലിയാണ്. ആ ചെറുക്കൻ്റെ ഫാമിലി അത്രയും നാട്ടുകാരുടെ മുമ്പിൽ എന്തെല്ലാം വിഷമങ്ങൾ ആ ചെറുക്കൻ അനുഭവിച്ചിട്ടുണ്ടായി. അത് വരാതെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഫോൺ ഇഷ്ടം പോലെ ഉണ്ട്. അവരോട് സംസാരിച്ച് മനസ്സിലാക്കുക, എനിക്കിങ്ങനൊരു ബന്ധമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ കല്യാണത്തിന് എൻ്റെ വീട്ടുകാരെ നിർബന്ധിച്ചാണ് ഈ കല്യാണം കഴിപ്പിക്കുന്നത്, താല്പര്യമില്ല, പിന്മാറണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അല്ലാതെ ചെയ്യരുത്, ഇങ്ങനത്തെ പരിപാടി ചെയ്യരുത്. അതുപോലെ ഈ ഭാര്യമാരെ കൊല്ലുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. ഞാൻ എന്തിനാണ്? അവരെവിടെയെങ്കിലും ജീവിച്ചോട്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് ഡിവോഴ്സ് കൊടുത്തവരെ പറഞ്ഞു വിടുക. അവരെ സ്വത്ത് മുതലും മേടിച്ച് വെച്ചിട്ട് അവരെ കൊല്ലുക. എന്തെല്ലാം രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെയും ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം എല്ലാ ജീവനും വിലപ്പെട്ടതാണ്. ആണായാലും പെണ്ണായാലും എല്ലാ ജീവനും, ഈ ഭൂമി ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ വിലപ്പെട്ടതാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. അപ്പം എനിക്കിന്ന് പറയാനുള്ള ഈ കാര്യങ്ങളാണ്. കാരണം ഓരോ ന്യൂസും ഓരോ കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് വിഷമം വരിക. കാരണം ഞാൻ എടുത്തു പറയാനാണെങ്കിൽ എനിക്കറിയാവുന്ന ഒരു പുള്ളിക്കാരിയുണ്ട്, ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. സീരിയസ്ലി പറയാം, അവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. 2 മക്കളെയും പഠിപ്പിക്കാൻ വേണ്ടി, ഒരു ആണും ഒരു പെണ്ണുമാണ്. രാപ്പകലില്ലാതെ കുത്തിയിരുന്ന് തയ്ക്കുന്നുണ്ട്. സീരിയസ്ലി പറയാം. അന്നേരം ഞാൻ അവളോട് ചോദിച്ച്, നിനക്കൊരു പാർട്ട്ണറെ ലൈഫിൽ അവളുടെ ഹസ്ബൻഡ് അവളെ ഉപേക്ഷിച്ച് പോയതാണ്, ഡിവോഴ്സായി. ആ 2 മകൾക്ക് വേണ്ടിയിട്ട്, ചെറുപ്പമാണ് ആ സ്ത്രീ, ആ 2 മക്കൾക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ കഷ്ടപ്പെടുകയാണ് രാപ്പകൽ. എന്നാൽ ഞാൻ പറഞ്ഞു, നാളെ എനിക്ക് വന്ന അവസ്ഥ നിനക്ക് വരരുത്, നീ ഒരു കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞ് മക്കൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്? അവരമ്മ ജീവിതകാലം മൊത്തം ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണോ? അത് മോശമല്ലേ? കാരണം അവർ നല്ലൊരാളെ തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ ലൈഫിന് നല്ലതാണ്, ആ പുള്ളിക്കാരിക്കൊരു സപ്പോർട്ടാണ്. അന്നേരം എല്ലാ മക്കളും അതും ചിന്തിക്കണം. ചില മക്കളത് ഓക്കെ പറയും കേട്ടോ, കല്യാണം കഴിക്കുമെന്ന് പറയും. പക്ഷേ എൻ്റെ മകൾ ഒരിക്കലും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, കല്യാണം കഴിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അതിലെനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അവൾ. പക്ഷെ ഞാനാണ് അതൊന്നും വേണ്ടാന്ന് വെച്ച് പോയത്. അവളെപ്പോഴും പറയാനും മമ്മി ഒരു കല്യാണം കഴിക്കും, എൻ്റെ അടുത്ത് പോകുന്ന കാലം വരെ പറയും മമ്മി നല്ലൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുക ലൈഫിൽ പറയുമായിരുന്നു. കാരണം അന്നേരം ഞാൻ ചോദിക്കുന്നത്, നിനക്ക് എന്നെ നോക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എന്ന് വെച്ചാൽ, അപ്പോൾ അതായിരിക്കാം. മനുഷ്യരല്ലേ, പല രീതിയിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും നമ്മൾ ബാധ്യതയാവുമെന്ന്. ചിലപ്പോൾ അതായിരിക്കാം. അതിലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. ഓക്കെ, എൻ്റെ മോൾ പറഞ്ഞില്ലെന്ന് അവൾ എന്നോട് പറഞ്ഞു എന്ന് ഉള്ള ഇതാണ് എന്നോട് സ്നേഹം. കുഞ്ഞിൽ അവൾക്ക് ഓർമ്മ വെച്ച കാലം പോലെ പറയായിരുന്നു, മമ്മി ഒരു പാർട്ട്ണറെ എടുക്ക്. ഞാൻ പോലും അറിയാതെ എൻ്റെ ഫോട്ടോയിൽ മാട്രിമോണി ഇട്ടിട്ടുണ്ട്. പല ആൾക്കാരും എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് പൈസ കൊടുത്ത് പുള്ളിക്കാരി പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. കാരണം അതിലൊരു നല്ല മകളായിരുന്നു, ഉള്ള കാര്യം പറയാമല്ലോ. അന്നേരം ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ എന്താ പറയുക, എപ്പോഴും ലോകം പരന്നിങ്ങനെ കിടക്കുകയാണ്. അന്നേരം നമ്മൾ അതിൽ ജീവിക്കുമ്പം നമ്മൾ ഭയങ്കര കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കണം. പലതും കേൾക്കേണ്ട വരും. ഞാൻ പലതും കേട്ടിട്ടുണ്ടുള്ള സത്യം പറയാമല്ലോ. നല്ല ഇതൊന്നും കേട്ടിട്ടില്ല, ഞാനും കേട്ടിട്ടുണ്ട്. കുറേ അനുഭവങ്ങൾ എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. അതിൽ ബന്ധുക്കളും ഉണ്ട്, ബന്ധുക്കളല്ലാത്ത ആൾക്കാർ പറഞ്ഞിട്ടെങ്കിൽ എൻ്റെ ബന്ധുക്കൾ എന്നെ കുറേ പറഞ്ഞിട്ടുണ്ടുള്ളത് പറയാമല്ലോ. അതൊക്കെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വെക്കത്തൊന്നുമില്ല. കാരണം നമ്മുടെ ലൈഫിൽ നമുക്കൊരു കഷ്ടകാലം വന്നപ്പോൾ നമ്മുടെ കൂടെ നിൽക്കാത്ത ആൾക്കാരും എൻ്റെ ജീവിതത്തിലുണ്ട്. അതൊന്നും ഞാൻ ഓർക്കാനും ഇഷ്ടപ്പെടുന്നില്ല ചില സമയങ്ങളിൽ. കാരണം നമ്മൾ പറയുമ്പോൾ ആർക്കും ഇത് ഇഷ്ടപ്പെടത്തില്ല. അതിന് പല രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരും. അപ്പോൾ ഞാൻ പറയുന്നതേ ഉള്ളൂ, ഏതൊരു ഏജിലായാലും ഡിവോഴ്സായോ ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുക. അത് നമ്മൾക്ക് ആണായാലും പെണ്ണായാലും നമ്മുടെ ജീവിതത്തിനൊരു കൂട്ടാവും. അത് നല്ലത് നോക്കി മാത്രം തിരഞ്ഞെടുക്കണം കേട്ടോ. അല്ലാതെ
ടോക്സിക്കായ പീപ്പിളെ തിരഞ്ഞെടുക്കരുത്. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക, നല്ല രീതിയിൽ ജീവിക്കുക, സന്തോഷം സമാധാനത്തോടെ എല്ലാവരും ഇരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുകയാണ്. നമുക്ക് വീണ്ടും കാണുന്നതും വരെ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.